അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ലിബറൽ കാലഘട്ടത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യം. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് അർഹമായ അവകാശങ്ങളും സ്വാതന്ത്ര്യവും നൽകുന്നില്ല എന്നാണ് പുരോഗമനത്തിന്റെ മുഖംമൂടി അണിഞ്ഞ വിമർശകർ ഉന്നയിക്കുന്നത്. എന്നാൽ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇസ്ലാമാണ് സ്ത്രീകൾക്ക് അർഹമായ അവകാശവും സ്വാതന്ത്ര്യം നൽകിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജനിച്ച കുഞ്ഞ് പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കുഴിച്ചു മൂടിയിരുന്ന ഒരു കാലത്ത് നിന്ന് അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ കാൽച്ചുവട്ടിനടിയിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് അർഹമായ അവകാശങ്ങളും സ്വാതന്ത്ര്യവും നൽകിയത് ഇസ്ലാം മതമാണ്. വിവിധ രാജ്യങ്ങളിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകിയത് പരിശോധിച്ചു നോക്കുമ്പോൾ 19-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ ഭർത്താവിന് സ്വന്തം ഭാര്യയെ വിൽക്കാനുള്ള അവകാശം ഉണ്ടായതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ യൂറോപ്പിലും അമേരിക്കയിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സ്വന്തം മക്കളെ നിയന്ത്രിക്കാൻ ഭർത്താവിന്റെ സമ്മതവും ആവശ്യമുണ്ടായിരുന്നു. അതുമാത്രമല്ല, സ്ത്രീകൾക്ക് സ്വന്തമായി കച്ചവടം ചെയ്യാനുള്ള അവകാശം അന്ന് ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ 1950 ശേഷമാണ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്വത്തവകാശത്തിന് ചർച്ചകൾ തന്നെ ഉടലെടുക്കുന്നത്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഈ ഒരു സമയത്ത് സ്ത്രീകൾക്കുള്ള സ്വത്താവകാശം അതിനെതിരെ പല ആളുകളും പ്രതിഷേധിച്ചിരുന്നു. ആ സമയത്ത് 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇസ്ലാം സ്വത്തവകാശം ഉൾപ്പെടെ ധാരാളം അവകാശങ്ങളും സ്വാതന്ത്ര്യവും ഒക്കെ സ്ത്രീകൾക്ക് നൽകിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പള്ളിയും മുസ്ലിം സ്ത്രീകളും. ഇസ്ലാം ഒരിക്കലും സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുവരരുതെന്നോ അല്ലെങ്കിൽ അവർ പള്ളിയിലേക്ക് അടുപ്പിക്കാൻ പറ്റാത്ത ചരക്കാണെന്നോ എവിടെയും പഠിപ്പിക്കുന്നില്ല. സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമം അവരുടെ വീടുകളാണ്. അവര് പള്ളിയിലേക്ക് ജമാഅത്ത് ലക്ഷ്യം വെച്ച് വരേണ്ടതില്ല. കാരണം സ്ത്രീകൾക്ക് പല സമയങ്ങളിൽ പല അവസ്ഥകളായിരിക്കും. അവർക്ക് പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരും. അവർക്ക് മെൻസസ് പീരീഡ് മാറിക്കൊണ്ടിരിക്കും. അതുപോലെ ആ സമയത്ത് അവർക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ഇങ്ങനെ പ്രകൃതിപരമായി ധാരാളം ഉത്തരവാദിത്തങ്ങൾ സ്ത്രീ സമൂഹത്തിന് നേരിടേണ്ടി വരും. ഈ കാരണങ്ങൾ കൊണ്ട് സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയ ഒരു ഇളവാണ് ഒരു മുസ്ലിം പുരുഷൻ അവർ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്ന അതേ പ്രതിഫലം ഇസ്ലാം സ്ത്രീകൾക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന നിസ്കാരത്തിന് നൽകുന്നുണ്ട് എന്നുള്ളത്. ഇസ്ലാം ഒരിക്കലും സ്ത്രീകളെയും പള്ളിയെയും രണ്ടായി കണക്കാക്കുന്നില്ല. പല സാഹചര്യങ്ങളിലും സ്ത്രീകൾ പള്ളിയിൽ പോകൽ നിർബന്ധമായ അവസരം വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾ പള്ളിയിൽ പോകൽ സുന്നത്തായ അവസരവും വരുന്നുണ്ട്. ഫർളായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി സ്ത്രീകൾ പള്ളിയിൽ പോകൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ തിരുമദീനയിൽ പോയി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി അവർ മദീന പള്ളിയിലേക്ക് പോകൽ പുണ്യകർമ്മമാണ്. ചുരുക്കത്തിൽ പുരുഷന്മാർ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് പോലെ സ്ത്രീ പള്ളിയിൽ പോകേണ്ടതില്ല എന്നത് ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന ഇളവാണ്. അത് അവരുടെ ഉത്തരവാദിത്വത്തിനെയും സ്ത്രീത്വത്തിനെയും ആദരിക്കുന്നതിന്റെ ഭാഗമാണ്. നമ്മുടെ നാട്ടിലെ ചില ആളുകൾ, പ്രത്യേകിച്ചും ജമാഅത്ത് മുജാഹിദ് പോലെയുള്ള വിഭാഗങ്ങൾ, സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നവരും കൊണ്ടുപോകണമെന്ന് ശാഠ്യം പിടിക്കുന്നവരുമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക വീക്ഷണം നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. സുഹാബി വനിതകളിൽപ്പെട്ട പ്രമുഖയാണല്ലോ ഉമ്മു ഹമീദിന് സായിദി റളിയല്ലാഹു അൻഹ. അവർ ഒരിക്കല് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, യാ റസൂലുള്ളാഹ് ഇന്നി ഉഹിബ്ബു സ്വലാത്ത് മഅക. ഞങ്ങൾ മുത്തുനബിയെ നിങ്ങളുടെ കൂടെ നിസ്കരിക്കുവാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ സമയത്ത് മുത്തുനബി പറയുകയാണ്, ഖദ് അലിംതു അന്നക തുഹിബ്ബീന സ്വലാത്ത് മഅി. അതെ, എനിക്കറിയാം നിങ്ങൾക്ക് എന്റെ കൂടെ നിസ്കരിക്കുവാൻ വളരെയേറെ ഇഷ്ടമുണ്ടെന്ന്. വസ്വലാത്തുകി ഫീ ഹുജ്റതികി ഖൈറുൻ മിൻ സ്വലാതികി ഫീ ദാരിക്. നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം നിങ്ങളുടെ റൂമിൽ വെച്ച് നിസ്കരിക്കലാണ്. വസ്വലാത്തുകി ഫീ ദാരികി ഖൈറുൻ ലകി മിൻ സ്വലാതികി ഫീ മസ്ജിദി ഖൗമിക്.
നിങ്ങളുടെ ഫാമിലി മസ്ജിദ് അവിടെ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ്. വസ്വലാത്തുക ഫീ മസ്ജിദി ഖൗമികി ഖൈറുൽ ലകി മിൻ സ്വലാത്തിക ഫീ മസ്ജിദി. എന്റെ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം നിങ്ങളുടെ ഫാമിലി മസ്ജിദ് അവിടെ വെച്ച് നിസ്കരിക്കലാണ്. ചുരുക്കത്തിൽ സ്ത്രീകൾക്ക് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിറകിൽ നിസ്കരിക്കുന്നതിനേക്കാൾ എന്നല്ല അവിടുത്തെ 1000 റക്അത്ത് പ്രതിഫലമുള്ള മസ്ജിദ് നബവിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം അവരുടെ വീടിന്റെ അകത്തളത്തിൽ വെച്ചാണ് എന്നാണ് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഈ ഒരു വിഷയം ഉമ്മു ഹമീദിന് സഅദ് റളിയല്ലാഹു അൻഹ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുകയും ഫകാനത്ത് തുസല്ലി ഫീഹി ഹത്താ ലഖിയത്തില്ലാഹി അസ്സ വജൽ, വഫാത്താകുന്നത് വരെ അവിടുന്ന് നിസ്കരിച്ചത് അവരുടെ വീടിനകത്ത് നിന്നാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇന്നത്തെ നവീനവാദികൾ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇതിന്റെ സ്വീകാര്യതയെ ചോദ്യം ചെയ്ത് ഈ ഹദീസ് തള്ളാൻ ശ്രമിക്കാറുണ്ടല്ലോ. ഇവരുടെ ആശയത്തോട് യോജിക്കാത്ത പല ഹദീസുകളും തള്ളാൻ ഇവർ ഒരു മടിയും കാണിക്കാറില്ല. പ്രത്യേകിച്ചും മുസ്ലിം ലോകം ഏകോപിതമായി അംഗീകരിച്ച സഹീഹ് ബുഖാരിയിലെ ഹദീസുകളടക്കം ഇവർ തള്ളാറുണ്ട്. ഈ ഒരു ഹദീസ് ലൊയ്ഫാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ ആർക്കും സാധ്യമല്ല. കാരണം ഈ ഒരു ഹദീസിന്റെ സ്വീകാര്യതയെ കുറിച്ചിട്ട് മഹാന്മാരായ ധാരാളം മൈമത്തുകള് ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഉദാഹരണം അൽ ഇമാമുൽ ഹാഫിൽ നൂറുദ്ദീൻ അൽ ഹൈസമി റളിയല്ലാഹു അൻഹു അവർ ഈ ഹദീസിനെ കുറിച്ചിട്ട് പറഞ്ഞത് റവാഹു അഹ്മദു വരിജാലുഹു റിജാലു സ്വഹീഹി. ഇത് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സ്വഹീഹിന്റെ റാവിമാർ റിപ്പോർട്ട് ചെയ്ത ഹദീസ് എന്നാണ്. വൈറ അബ്ദുല്ലാഹി ബിൻ സുവൈദിൻ അൽ അൻസാരി റളിയല്ലാഹു അൻഹു അവർ ഒഴികെ ബാക്കി എല്ലാവരും സ്വഹീഹിന്റെ റാവിമാരാണ്. അവരോ വസഖഹു ഇബ്നു ഹിബ്ബാൻ, ഇബ്നു ഹിബ്ബാൻ തങ്ങൾ അവരെ സിഖത്തായിട്ട് പരിഗണിച്ചിട്ടുമുണ്ട്. അതുപോലെ സ്വഹീഹുൽ ബുഖാരിക്ക് വിശ്വപ്രസിദ്ധ ശർഹദിയ മഹാനാണല്ലോ ഇബ്നു ഹജറിൻ അസ്കലാനി റളിയല്ലാഹു അൻഹു. അവർ ഹദീസിനെ കുറിച്ചിട്ട് പറഞ്ഞത് നോക്കുക. വൈസ്നാദു അഹ്മദ് ഹസനുൻ, അഹ്മദ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു സനദ് അത് ഹസൻ എന്നാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഖുസൈമ റഹിമഹുല്ലാ അവർ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നതായി കാണാം. والدليل على أن قول النبي صلى الله عليه وسلم صلاة في مسجدي هذا أفضل من 1000 صلاة فيما سواه من المساجد. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനത്തെ പള്ളിയിൽ വെച്ച് നിസ്കരിക്കൽ 1000 മടങ്ങ് ശ്രേഷ്ഠമാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ടല്ലോ. ആ ഹദീസ് കൊണ്ട് അറാദ ബിഹി സ്വലാത്തർ റിജാലി ദൂന സ്വലാത്തൻ നിസാഇ. ഈ ഹദീസിലെ 1000 ശ്രേഷ്ഠത എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുരുഷന്മാർക്ക് മാത്രമാണ്, സ്ത്രീകളെയല്ല എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഖുസൈമ റഹിമഹുല്ലാ അവിടുത്തെ സ്വഹീഹിൽ പറയുന്നതായി കാണാം. അതുപോലെ തന്നെ ഹിജ്റ 600കളിൽ ജീവിച്ച വലിയ പണ്ഡിതനും മുഹദ്ദിസുമായ ബഹുമാനപ്പെട്ട ഇമാം ഷറഫുദ്ദീൻ ദിമ്യാത്തി റളിയല്ലാഹു അൻഹു അവര് പറയുന്നതായി കാണാം. വഖദ് സറഹ ഇബ്നു ഖുസൈമ വജമാഅത്തു മിനൽ ഉലമാഇ. ഒരുപാട് പണ്ഡിതന്മാരും ബഹുമാനപ്പെട്ട ഇബ്നു ഖുസൈമ തങ്ങളടക്കം അവരെല്ലാം വ്യക്തമാക്കി പറയുന്നുണ്ട് ബി അന്ന സ്വലാത്തഹ ഫീ ദാരിഹ, സ്ത്രീയുടെ നിസ്കാരം അത് അവരുടെ വീട്ടിൽ വെച്ചാകലാണ് അഫ്ളലു മിൻ സ്വലാത്തിഹ ഫിൽ മസ്ജിദി, സ്ത്രീ പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം. വഇൻ കാന മസ്ജിദ് മക്കത്ത അവിൽ മദീനത്തി ഔ ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിനെക്കാളും മദീനത്തെ പള്ളിയെക്കാളും മക്കയിലെ ഹറമിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാളും സ്ത്രീക്ക് ഏറ്റവും ഉത്തമം അവളുടെ വീട്ടിൽ വെച്ച് നിസ്കരിക്കൽ തന്നെയാണ്. ഈ ഹദീസുകളിലൂടെ സ്ത്രീകൾക്ക് നിസ്കാരത്തിന് അനുയോജ്യമായത് വീടകം തന്നെയാണെന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകളിലൂടെയും സ്ത്രീകൾക്ക് വീടകം തന്നെയാണ് ഏറ്റവും അഫ്ളലായത് എന്ന് പറയുന്നുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് ചർച്ച ചെയ്യാം. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലെ 108-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലാ തഖും ഫീഹി അബദൻ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. മുനാഫിഖീങ്ങൾ പള്ളി ഉണ്ടാക്കുകയും അതിലേക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്കരിക്കുവാൻ ക്ഷണിച്ചപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു പറയുകയാണ്, തങ്ങൾ ഒരിക്കലും ആ പള്ളിയിൽ വെച്ച് നിസ്കരിക്കരുത്, തങ്ങൾ തഖ്വയുടെ മേലിൽ എടുക്കപ്പെട്ട പള്ളിയിൽ നിസ്കരിക്കണം. ആ പള്ളിയുടെ പ്രത്യേകത എന്താണ്? ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു, അതിൽ പുരുഷന്മാരുണ്ട്, അവർ ശുദ്ധിയാകാൻ ഇഷ്ടപ്പെടുന്നു. പള്ളിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷന്മാരെ മാത്രം പ്രത്യേകമാക്കി. അതിന്റെ കാരണം എന്താണ്? ഒരുപാട് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നതായി കാണാം. ലിഅന്നഹു ലാ ജുമുഅത അലൻ നിസാഇ വലാ ജമാഅത്തൻ ഫിൽ മസാജിദി, കാരണം സ്ത്രീകൾക്ക് ജുമുഅയോ പള്ളിയിൽ പോയിട്ടുള്ള ജമാഅത്തായിട്ട് നിസ്കാരമോ അവർക്കില്ല. മറ്റൊരായത്തിലൂടെയും ജമാഅത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പുരുഷന്മാരെ മാത്രം അല്ലാഹു പ്രത്യേകമാക്കി. റിജാലുല്ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി, കച്ചവടം ഒരിക്കലും പള്ളിയിൽ പോകുന്നതിനെ തൊട്ട് അവരെ തടയുന്നില്ല. അവിടെ റിജാലുൻ എന്ന് പുരുഷന്മാരെ മാത്രം അല്ലാഹു പ്രത്യേകമാക്കി.
ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, ലിമഖുസ്സ റിജാലു ബിദ്ദിക്രി, എന്തുകൊണ്ടാണ് പുരുഷന്മാരെ മാത്രം പ്രത്യേകം എടുത്തു പറഞ്ഞത്? വൽ ജവാബു ലിഅന്ന നിസാഅ ലസ്ന മിൻ അഹ്ലി തിജാറാത്തി അവിൽ ജമാഅത്തി, സ്ത്രീകൾ ഒരിക്കലും പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കേണ്ടവരല്ല. ഈ ഒരു ആശയം ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റഹിമഹുല്ല അവിടുത്തെ തഫ്സീറിൽ പറയുന്നതായി കാണാം, ഇതില്ല ജുമുഅത്ത് അലൈഹിന്ന വല ജമാഅത്ത, സ്ത്രീകൾക്ക് പള്ളിയിൽ പോയുള്ള ജുമുഅ ജമാഅത്ത് ആവശ്യമില്ല. വഅന്ന സ്വലാത്തഹുന്ന ഫീ ബുയൂതിഹിന്ന അഫ്ദലു, മറിച്ച് അവർക്ക് അവരുടെ വീടിന്റെ അകത്തളത്തിൽ നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമമെന്ന് ഇമാം ഖുർത്തുബി റഹിമഹുല്ലയും രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു ആശയം ബഹുമാനപ്പെട്ട ഇമാം ആലൂസ് റഹിമഹുല്ല അവിടുത്തെ റൂഹുൽ മആനിയിലും അതുപോലെ തന്നെ ഇമാം സ്വാബി റഹിമഹുല്ല അവിടുത്തെ ജലാലൈനിക്കുള്ള ഹാഷിയയിലും പറയുന്നുണ്ട്. അതുപോലെ മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല, നിങ്ങൾ ജാഹിലിയ കാലഘട്ടത്തെ പോലെ അണിഞ്ഞൊരുങ്ങി രംഗപ്രവേശനം ചെയ്യുകയല്ല വേണ്ടത്, മറിച്ച് സ്ത്രീകൾക്ക് നല്ലത് അവരുടെ വീടുകളിൽ കഴിയലാണ്. മഹാനായ ഇമാമുൽ കാസാനി റഹിമഹുല്ല അവരോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, വഅമ്മ നിസ്വ ഫഹൽ യുറഖസു ലഹുന്ന അൻ യഖ്റുജ്ന ഫിൽ ഐദൈൻ, സ്ത്രീകൾ അവർക്ക് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോകേണ്ടതുണ്ടോ? ആ സമയത്ത് അവർ പറയുന്ന മറുപടി, അജ്മഉ അലാ അന്നഹു ലാ യുറഖസു ലിശ്ശവാബ് മിൻഹുന്ന അൽ ഖുറൂജ് ഫിൽ ജുമുഅ വൽ ഐദൈൻ വശൈഇൻ മിനസ് സ്വലാഹ്, അഥവാ ജുമുഅക്ക് വേണ്ടിയിട്ടോ ജമാഅത്ത് നിസ്കാരത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് വേണ്ടിയിട്ടോ അവർ പള്ളിയിലേക്ക് പോകേണ്ടതില്ല എന്നാണ് അവിടുന്ന് കൊടുക്കുന്ന മറുപടിയും. ഇതിനെ അവർ കൊണ്ടുവരുന്ന തെളിവെന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഓതിയ വഖർന ഫീ ബുയൂതികുന്ന എന്ന് പറയുന്ന ആയത്താണ്. ഇന്ന് ബിദ്അത്തുകാരായ പല ആളുകളും അവരുടെ ഭാര്യമാരെ അവരുടെ പെൺമക്കളെയൊക്കെ ഇന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. മുൻഗാമികളിൽപ്പെട്ട ആരെങ്കിലും, പ്രത്യേകിച്ചും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാര് അല്ലെങ്കിൽ മക്കൾ ആരെങ്കിലും ഒക്കെ പള്ളിയിലേക്ക് പോയതിന് പ്രാമാണികമായിട്ടുള്ള വല്ല തെളിവുകളും ഉണ്ടോ? ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നതായി കാണാം, വഖദ് കാന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസാഉ മിൻ അഹ്ലി ബൈതിഹി വബനാതിഹി വഅസ്വാജിഹി, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരും അതുപോലെ തന്നെ അവിടുത്തെ മക്കളും അവിടുത്തെ ഖാദിമീങ്ങളും എല്ലാവരും മുത്തനബിയുടെ കൂടെ ഉണ്ടായിരുന്നു. فما علمت منهن امرأة خرجت إلى شهود جمعة ولا إلى جماعة غيرها في ليل أو نهار, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ നിന്നോ മക്കളിൽ നിന്നോ ആരും തന്നെ ജുമുഅക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ജുമുഅ അല്ലാത്ത സാദാ ജമാഅത്തിന് വേണ്ടിയോ രാത്രിയിലോ പകലിലോ പുറപ്പെട്ടതായി എനിക്കറിവില്ല എന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ശേഷം പറയുകയാണ്, വമാ അലിംതു അഹദൻ മിൻ സലഫിൽ മുസ്ലിമീൻ അമറ അഹദൻ മിൻ നിസാഇഹി ബിഇതിയാനി ജുമുഅത്തിൻ വലാ ജമാഅത്തിൻ മിൻ ലൈലിൻ വലാ നഹാരിൻ, രാത്രിയിലോ പകലിലോ സലഫ് സാലിഹീങ്ങളിൽപ്പെട്ട ആളുകൾ അവരുടെ ഭാര്യമാരെ അല്ലെങ്കിൽ മക്കളെ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി കൽപ്പിച്ചതായി എനിക്കറിയില്ല എന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്. വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫദ്ലുൻ, സ്ത്രീകൾക്ക് പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുന്നതിൽ വല്ല ഫദ്ലും ഉണ്ടെങ്കിൽ അമറുഹുന്ന ബിഹി വഅദിനു ലഹുന്ന ഇലൈഹി, അവർക്ക് സലഫ് സാലിഹീങ്ങളായ ആളുകൾ അവരുടെ ഭാര്യമാർക്ക് പള്ളിയിൽ പോകാൻ വേണ്ടി കൽപ്പിക്കുകയും അവർക്ക് സമ്മതം നൽകുകയും ചെയ്യുമായിരുന്നു. ബൽ എന്നല്ല ഖദ് റുവിയ വല്ലാഹു അഅലം അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ സ്വലാത്തുൽ മർഅതി ഫീ ബൈതിഹാ ഖൈറും മിൻ സ്വലാത്തിഹാ ഫീ ഹുജ്റതിഹാ വസലാത്തുഹാ ഫീ ഹുജ്റതിഹാ ഖൈറും മിൻ സ്വലാത്തിഹാ ഫിൽ മസ്ജിദി അവൽ മസാജിദി. നമ്മൾ നേരത്തെ ഉദ്ധരിച്ച ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ സലഫ് സ്വാലിഹീങ്ങളായ വനിതകൾ ആരും തന്നെ പള്ളിയിലേക്ക് പോയിട്ടില്ല എന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിലൂടെ നമുക്ക് ബോധ്യമാകുന്നുണ്ട്. പിന്നെ എന്തിനാണ് നമ്മുടെ ഭാര്യമാരെയും പെൺമക്കളെയൊക്കെ നമ്മൾ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത്? നമുക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ എന്തു പറയുന്നു എന്നതുകൂടി പരിശോധിക്കാം. നിസ്കാരത്തിന് വേണ്ടിയിട്ട് സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്നതിന്റെ വിധി വളരെ കൃത്യമായിട്ട് ഷാഫി ഫുഖാക്കൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അടിസ്ഥാനപരമായിട്ട് യുവതികൾക്കും അതുപോലെ തന്നെ കണ്ടാൽ ആശങ്കപ്പെടുന്ന വൃദ്ധകളും അവർക്ക് പള്ളിയിലേക്ക് പോകൽ കറാഹത്താണ്. എന്നാൽ ഫിത്തിന ഭയപ്പെടുന്ന സമയത്ത് എല്ലാ സ്ത്രീകൾക്കും പള്ളിയിലേക്ക് പോകൽ ഹറാമാണ്. ഈ ഒരു കാലഘട്ടത്ത് ഫിത്തിന ഉറപ്പുള്ളതിനാൽ ഫിത്തിന ഭയപ്പെടുന്ന ഈ ഒരു സമയത്ത് പള്ളിയിലേക്ക് പോകൽ ഹറാമാണെന്ന് ഉറപ്പിച്ചു പറയണമെന്നാണ് അല്ലാമ ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാ അതുപോലെ തന്നെ മറ്റുള്ള പണ്ഡിതന്മാരും പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാം നബവി റഹിമഹുല്ലാ വിശദീകരിക്കുന്നതായി കാണാം, ജമാഅത്തുൻ നിസാഇ ഫിൽ ബുയൂതി അഫ്ളലു മിൻ ഹുദൂരിഹിന്നൽ മസാജിദ ലിൽ ഹദീസിൽ മദ്കൂരി. നേരത്തെ പറഞ്ഞ ഹദീസ് ഉണ്ടായതിനു വേണ്ടി സ്ത്രീകൾ അവരുടെ വീടിന്റെ ഉള്ളറകളിൽ വെച്ച് നിസ്കരിക്കലാണ് അവർക്ക് പള്ളിയിൽ പോകുന്നതിനേക്കാൾ ഉത്തമം. ഖാല അസ്ഹാബുന
وصلاتها فيما كان من بيتها أستر أفضل لها لحديث عبد الله بن مسعود رضي الله عنه. സ്ത്രീകൾക്ക് അവരുടെ വീടിന്റെ ഉള്ളറകളിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം. കാരണം എന്താണ്? അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി കാണാം, സ്വലാത്തുൽ മർഅതി ഫീ ബൈതിഹാ അഫ്ളലു മിൻ സ്വലാത്തിഹാ ഫീ ഹുജ്റതിഹാ വസലാത്തുഹാ ഫീ മഖ്ദഇഹാ അഫ്ളലു മിൻ സ്വലാത്തിഹാ ഫീ ബൈതിഹാ. സ്ത്രീകൾക്ക് എപ്പോഴും അവരുടെ വീടിന്റെ ഉള്ളറകളിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം അവർ പള്ളിയിൽ പോകുന്നതിനേക്കാൾ. റവാഹു അബൂ ദാവൂദ് ബിഇസ്നാദിൻ സ്വഹീഹിൻ അലാ ശർത്തി മുസ്ലിമിൻ. മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ശർത്ത് പ്രകാരം അബൂ ദാവൂദ് റഹിമഹുല്ല സ്വഹീഹായ രൂപത്തിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഫിത്നയുണ്ടാകുന്ന അവസരങ്ങളിൽ സ്ത്രീകൾ പള്ളിയിൽ പോകൽ ഹറാമാണ്. ആ കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ല രേഖപ്പെടുത്തുന്നുണ്ട്. വയഹറുമു അലൈഹിന്ന ബിഗൈരി ഇദ്നി വലിയ്യിൻ. സ്ത്രീകൾക്ക് അവരുടെ വലിയിന്റെ സമ്മതം കൂടാതെ പള്ളിയിൽ പോകൽ ഹറാമാണ്. വമഅ ഖശിയത്തി ഫിത്നത്തിൻ മിൻഹ. അവളിൽ നിന്ന് ഫിത്ന ഭയക്കുമ്പോൾ, അവ അലൈഹ അല്ലെങ്കിൽ അവളുടെ മേലിൽ ഫിത്ന ഭയക്കുന്ന അവസരത്തിൽ അവൾ പള്ളിയിൽ പോകൽ ഹറാമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ഇബ്നു ഹജർ റഹിമഹുല്ല തുഹ്ഫയിൽ പറയുന്നതായി കാണാം. ഈ കാലത്ത് ഫിത്ന ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതില്ല. കാരണം നമ്മളെല്ലാം പത്രമാധ്യമങ്ങളിലൂടെ തന്നെ അത്തരം വാർത്തകൾ കേൾക്കാറുണ്ട്. ആ കാര്യം ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ല അവിടുത്തെ ഫതാവയിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നതായി കാണാം. മഫാസിദു ഖുറൂജിഹിന്ന അൽആന മുഹഖഖത്തുൻ. സ്ത്രീകൾ അവരുടെ വീട് വിട്ടിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഫസാദുകൾ ഈ കാലഘട്ടത്ത് വളരെ ഉറപ്പാണല്ലോ എന്ന്. അതുപോലെ തന്നെ തഖിയുദ്ദീൻ ഹിസ്നി റഹിമഹുല്ലയെ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ല അവിടുത്തെ ഫതാവയിൽ തന്നെ പറയുന്നുണ്ട്, യംബഗി അൽ ഖത്ഉ ഫീ സമ്മനിനാ ബിതഹരീമി ഖുറൂജി ശാബാത്തി വദവാതിൽ ഹൈആത്തി. അണിഞ്ഞൊരുങ്ങിക്കൊണ്ടും അതുപോലെ തന്നെ യുവതികളായ സ്ത്രീകളും ഈ കാലഘട്ടത്ത് പള്ളിയിലേക്ക് പോകൽ ഹറാമാണ് എന്ന് നാം ഉറപ്പിച്ചു പറയേണ്ടതുണ്ട്. കാരണം എന്താണ്? ലി കസ്റത്തിൽ ഫസാദി, ഫസാദ് അധികരിച്ചതിന് വേണ്ടി. ശേഷം മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ല പറയുന്ന വാക്കുകൾ നാം എല്ലാവരും അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. വലാ യതവഖഫു ഫീ മൻ അഹിന്ന ഇല്ലാ ഗബിയുൻ ജാഹിൽ. വിഡ്ഢികളായ ദീനിനെ കുറിച്ച് അറിവില്ലാത്ത ആളുകളല്ലാതെ സ്ത്രീകളെ തടയുന്ന വിഷയത്തിൽ മാറി നിൽക്കുകയില്ല. വിശ്വാസികളുടെ പുണ്യ കേന്ദ്രമായ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി പോലത്തെ പള്ളികളിലേക്ക് ധാരാളം സ്ത്രീകൾ പോകുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടുകളില് സ്ത്രീകളെ നാം പള്ളികളിലേക്ക് പറഞ്ഞയക്കാത്തത് എന്നുള്ള ഒരു ചർച്ചകള് സോഷ്യൽ മീഡിയയിൽ ധാരാളം കാണാനിടയായിട്ടുണ്ട്. സ്ത്രീകള് മസ്ജിദുൽ ഹറാമിലേക്ക് പോകുന്നത് അവിടെ വെച്ച് ഹജ്ജ് ഉംറ എന്ന് പറയുന്ന പുണ്യമാക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. കാരണം അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഹജ്ജ് ഉംറ നിർവഹിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായും സ്ത്രീകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള കൽപ്പനയാണുള്ളത്. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ജമാഅത്തിന് വേണ്ടി സ്ത്രീകൾ പള്ളിയിലേക്ക് പോകണമെന്ന് ഒരു കൽപ്പനയും ഇല്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ മസ്ജിദുൽ ഹറാമിലേക്ക് പോകുന്നുണ്ട് എന്ന് കരുതികൊണ്ട് നമ്മുടെ പള്ളിയിലേക്ക് പോകണം എന്നത് ഒരു വിഡ്ഢിത്തരമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈയിടെയായിട്ട് ചർച്ച ചെയ്ത ഒരു സംഭവമായിരുന്നു മുസ്ലിമുകളുടെ മാതൃക വനിതയായ മറിയം ബീവി. അവർ ജീവിച്ചതും താമസിച്ചതുമെല്ലാം പള്ളിയിലായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ മുസ്ലിം സ്ത്രീകൾ ഈ ഒരു വിഷയത്തിൽ മറിയം ബീവിയെ മാതൃകയാക്കാത്തത്? മറിയം ബീവി പള്ളിക്കകത്ത് ആരും കാണാത്ത രൂപത്തിലുള്ള റൂമിലാണോ താമസിച്ചത്, അതല്ല പള്ളിയോട് ചാരിയിട്ടുള്ള തൊട്ടടുത്ത് റൂമിലാണോ എന്നുള്ളതിൽ ചർച്ചകളും അതേപോലെ തന്നെ വ്യത്യസ്തമായ ധാരാളം അഭിപ്രായങ്ങളും ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, മറിയം ബീവി നമ്മുടെ ശരീരത്തനുസരിച്ച് ജീവിച്ചൊരു വനിത അല്ലായിരുന്നു. അവര് നമുക്കുള്ളതുപോലെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതുപോലെ 5 വക്ത് നിസ്കാരം അവർക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 5 വക്ത് നിസ്കാരം നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ അവര് നിസ്കരിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കും. അതായത് അവര് ചെയ്യാത്ത ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ ശരീഅത്തുകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ശരീഅത്തിൽ സ്ത്രീകൾ ജുമാക്കോ ജമാഅത്തിനോ പള്ളിയിലേക്ക് പോകണമെന്ന് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ സ്ത്രീകൾ ഈ ഒരു ശരീഅത്തിനെയാണ് പിൻപറ്റേണ്ടത്. ഏതായാലും നമ്മുടെ ചർച്ച അവസാനിക്കാൻ പോവുകയാണല്ലോ. ഈ വിഷയ സംബന്ധമായി മുജാഹിദുകളുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം. മുജാഹിദുകള് അവരുടെ അഭിപ്രായങ്ങളെ ചർച്ച ചെയ്യുന്നതിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. മുജാഹിദുകൾ ഇന്നലെ ഒന്ന് പറയും, ഇന്നത് മാറ്റി വേറൊന്ന് പറയും. ഇത് രണ്ടല്ലാത്ത അഭിപ്രായം അവർ നാളെ പറയും. സ്ത്രീ ജമാഅത്തുമായി ബന്ധപ്പെട്ട വഹാബികളുടെ നിലപാടുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ എന്ന പുസ്തകത്തില് MCC അഹമ്മദ് മൗലവി
പുസ്തകത്തിന് 111 പേജിൽ പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് ജുമാ ജമാഅത്ത് നിർബന്ധമാണ് എന്നാണ് പറയുന്നത്. വെള്ളിയാഴ്ചക്കും പെരുന്നാൾക്കും 2 കൂട്ടരും ഹാജരാവൽ വാജിബാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ 1953 മാർച്ച് 20 ഇറങ്ങിയ അൽമനാർ എന്ന അവരുടെ മാസിക, ആ മാസികയില് 13 പേജിൽ അവർ പറയുന്നത് നിർബന്ധവുമില്ല സുന്നത്തുമില്ല. അതായത് നേരത്തെ പറഞ്ഞിരുന്ന നിർബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്ന ഈ ജുമാ ജമാഅത്തിന് സ്ത്രീകൾ പോകല് നിർബന്ധമില്ല, സുന്നത്ത് പോലും ഇല്ല എന്ന് അതിൽ പറയുന്നുണ്ട്. അത് മാത്രല്ല സകല ഉലമാക്കളും ഇങ്ങനെ വുജൂബില്ല എന്ന് പറഞ്ഞവരാകുന്നു എന്നാണ് ഈ അൽമനാർ മാസികയിലൂടെ പറയുന്നത്. എന്നാൽ ഇതേ അൽമനാർ മാസിക 1997 1997 പേജ് 11 അതിൽ പറയുന്നത് അനുവദനീയവും പുണ്യകർമ്മവുമാണ് എന്നാണ്. അതായത് കുറച്ച് വർഷങ്ങൾ മുമ്പ് നിർബന്ധവും സുന്നത്തും ഇല്ലാത്ത കാര്യം പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അത് സുന്നത്തായ പുണ്യകർമ്മവുമായിട്ട് മാറുകയാണ്. 1997 നിന്നും 2009 എത്തിയപ്പോഴേക്കും വീണ്ടും അവിടെ നിലപാടുകൾ മാറുകയാണ്. KNMന്റെ തന്നെ വിചിന്തനം വാരികയില് പേജ് 9 കാണാം, സ്ത്രീകൾക്ക് പള്ളിയിൽ പോവുകയോ പോവാതിരിക്കുകയോ ചെയ്യാമെന്ന്. ആദ്യം സ്ത്രീകൾക്ക് ജമാഅത്ത് നിർബന്ധമാണെന്നും പിന്നീട് അവർ മാറുന്ന നിലപാട് നിർബന്ധവുമില്ല സുന്നത്തും ഇല്ല എന്നാണ്. കുറച്ചു കഴിഞ്ഞപ്പോ പിന്നെ അനുവദനീയവും പുണ്യകർമ്മവുമായി മാറുന്നു. പിന്നീട് അത് വേണമെങ്കിൽ പോകാം അല്ലെങ്കിൽ പോകേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോ 2009 അവരുടെ നിലപാടാണ്. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ 2025 അവരുടെ നിലപാട് എന്താണ്? പുതിയ പുസ്തകങ്ങളും പ്രസിദ്ധീകരണമൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഇസ്ലാം അടിസ്ഥാന പാഠങ്ങൾ എന്ന് പറയുന്ന അവിടെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഇപ്പോൾ പറയുന്നത് പ്രധാനമായിട്ടും അവിടെ ജമാഅത്തിന്റെ സ്ഥലങ്ങളെല്ലാം, ജമാഅത്തുമായി പ്രതിപാദിച്ച സ്ഥലങ്ങളിലെല്ലാം പുരുഷന്മാരെ മാത്രമേ പറയുന്നുള്ളൂ, അവിടെ സ്ത്രീകളെ കാണാൻ കഴിയുന്നില്ല എന്നാണ് നമുക്ക് അതിൽ നിന്നും മനസ്സിലാകുന്നത്. ഏതായാലും മുസ്ലിം സ്ത്രീയും പള്ളിയും എന്ന ഈ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.